പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ എല്ലാവരെയും ഗുഡ്നസ് ടിവിയുടെ വചനദീപ്തിയിലേക്ക് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മുടെ വചന ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇതാണ്: ദൈവരാജ്യം അവകാശപ്പെടുത്തുവാൻ നാം എന്തു ചെയ്യണം? ആർക്കാണ് ദൈവരാജ്യം ലഭിക്കുക? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ 31 മുതൽ 40 വരെയുള്ള തിരുവചനങ്ങൾ ഇതിനാധാരമാണ്. യേശു രണ്ടാമത് വരുമ്പോൾ, മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമ്പോൾ, തൻ്റെ അവസാന വിധിയിൽ യേശു ചെയ്യുന്ന കാര്യങ്ങളാണ് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. യേശു പറയുന്നുണ്ട്, അന്ന് ചെമ്മരിയാടുകളെയും കോലാടുകളെയും വേർതിരിക്കുന്നത് പോലെ നന്മ ചെയ്തവരെയും നന്മ ചെയ്യാത്തവരെയും രണ്ടായിട്ട് ഞാൻ വേർതിരിക്കും. നന്മ ചെയ്തവരെ അവരെ അനുഗ്രഹിക്കും, അവർക്ക് ദൈവരാജ്യം അവകാശപ്പെടുത്തുവാൻ ഞാൻ അവരെ വിളിക്കും എന്ന് കർത്താവ് പറയുന്നുണ്ട്. അത് ഇപ്രകാരമാണ് പറയുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ ദൈവരാജ്യം ആരാണ് അവകാശപ്പെടുത്തുന്നതെന്ന് യേശു വ്യക്തമാക്കുന്നുണ്ട്. കാരുണ്യപ്രവൃത്തികൾ ചെയ്തവരോട്, ദാനധർമ്മങ്ങൾ ചെയ്തവരോട്, സൽപ്രവൃത്തികൾ ചെയ്തവരോടൊക്കെ യേശു പറയുന്നത് ഇപ്രകാരമാണ്. 34-ാം തിരുവചനം: എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന ദൈവരാജ്യം അവകാശപ്പെടുത്തുവിനെന്നാണ്. ദൈവരാജ്യം അവകാശപ്പെടുത്തുവിൻ. അതിന് കാരണമായിട്ട് യേശു വ്യക്തമാക്കുന്നുണ്ട്: എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാനായി തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. അപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, എപ്പോഴാണ് അങ്ങ് പരദേശിയായിട്ടും വിശക്കുന്നവനായിട്ടും ദാഹമുള്ളവനായിട്ടുമൊക്കെ ഇരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ യേശു വ്യക്തമായിട്ട് ഉത്തരം നൽകുകയാണ്. 40-ാം തിരുവചനം ഇപ്രകാരമാണ്: എൻ്റെ എളിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ഇത് ചെയ്തത്. സ്നേഹമുള്ളവരെ, പാവപ്പെട്ടവനിൽ നിന്ന് മുഖം മറയ്ക്കരുത്. നിസ്സഹായനായി ഒരു വ്യക്തി നിലവിളിക്കുമ്പോൾ അവൻ്റെ നിലവിളി നാം കേട്ട് അവന് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ നാം മടി കാണിക്കരുത് എന്നാണ് കർത്താവ് പറയുന്നത്. അതുകൊണ്ടാണല്ലോ യേശു പറയുന്നത്, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും നീ സ്നേഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നല്ല സമറയക്കാരൻ്റെ ഉപമ യേശു ഇതുകൊണ്ടാണ് പറയുന്നത്. സ്നേഹമുള്ളവരെ, യേശയ്യായുടെ പുസ്തകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ 58-ാം അധ്യായത്തിൽ ഇത് തന്നെ വ്യക്തമാക്കുകയാണ്. അവിടെ പറയുന്ന ഇപ്രകാരമാണ്: വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതാണ് കാരുണ്യം. എന്നിട്ട് പറയുകയാണ്, അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും, നീ വേഗം സുഖം പ്രാപിക്കും. നിന്റെ നീതി നിന്റെ മുമ്പിലും, അതെ, നിന്റെ മഹത്വം നിന്റെ പിമ്പിലും നിന്ന് നിന്നെ സംരക്ഷിക്കും. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് നിനക്ക് ഉത്തരം അരുളും. നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന്
അവിടുന്ന് നിന്നോട് പറയും. സ്നേഹമുള്ളവരെ, എത്ര കൃത്യമായിട്ടാണ് വചനം പറയുന്നത്. അതെ, നാം മറ്റുള്ളവർക്ക് കാരുണ്യം ചെയ്യുമ്പോൾ, അവരെ സഹായിക്കുമ്പോൾ, കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് നമുക്ക് വേണ്ട സഹായങ്ങൾ, നമുക്ക് വേണ്ട അനുഗ്രഹങ്ങൾ അവിടുന്ന് നമുക്ക് നൽകുന്നു എന്നുള്ളതാണ് തിരുവചനം എല്ലാം വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ അങ്ങനെയുള്ളവർക്കാണ് ദൈവരാജ്യം തമ്പുരാൻ അവകാശമാക്കുവാൻ കർത്താവ് നീക്കിവെച്ചിരിക്കുന്നത്. അതിനാൽ കാരുണ്യത്തിൻ്റെ പ്രവൃത്തി എപ്പോഴും നമ്മിൽ നിന്ന് ഉണ്ടാകുവാനായിട്ട് നാം ഏറ്റവും കൂടുതൽ പരിശ്രമിക്കണം. സ്നേഹമുള്ളവർ, എൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം നടന്നത് ഞാൻ ഓർക്കുകയാണ്. എൻ്റെ മകൻ മലേഷ്യയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവസാനത്തെ പരീക്ഷയാണ്. പരീക്ഷയ്ക്ക് അവൻ വേണ്ട രീതിയിലൊക്കെ ഒരുങ്ങിയിരിക്കുകയാണ്. രാത്രി മുഴുവനും അവൻ ഇരുന്ന് പഠിച്ചു. എന്നിട്ട് പകൽ പരീക്ഷയ്ക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. അന്ന് ഞങ്ങൾ വീട്ടിൽ അത് തിരിയൊക്കെ കത്തിച്ച് ഈശോയുടെ മുമ്പിൽ ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്. അന്ന് എനിക്ക് പോട്ടാശ്രമത്തിലൊരു ശുശ്രൂഷ ഉണ്ടായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയിരിക്കുകയാണ്. വൈഫ് പ്രാർത്ഥിക്കുന്നു, ഞാനും പ്രാർത്ഥിക്കുന്നു, എല്ലാം കഴിഞ്ഞു. തിരിച്ചു വന്നപ്പോൾ ഞാൻ ഭാര്യയോട് ചോദിച്ചു, അവൻ്റെ പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു, എന്താണ് മറുപടി നൽകിയത്? അപ്പോൾ അവൾ പറഞ്ഞു, അത് നല്ല ഉത്തരമല്ല കിട്ടിയത് എന്ന് അവൾ പറഞ്ഞു. അവൾ പറഞ്ഞത് ഇപ്രകാരമാണ്: അവൻ രാത്രി മുഴുവൻ പഠിച്ചു, പരീക്ഷയ്ക്ക് പോകേണ്ട സമയമായപ്പോഴും അവൻ ഉറക്കത്തിലായിപ്പോയി. പരീക്ഷ കഴിയാറായപ്പോഴാണ് അവൻ എഴുന്നേറ്റത്. അവസാന പരീക്ഷയാണ്. വളരെയധികം ഫീസ് കൊടുത്തിട്ടാണ് അവനെ പഠിപ്പിക്കുന്നത്. ഇത് തോറ്റുപോയാൽ അവിടുന്ന് തിരിച്ചിങ്ങോട്ട് വരണം. 3 വർഷം പഠിപ്പിച്ചതെല്ലാം വെറുതെയായി. സ്നേഹമുള്ളവരെ, വളരെ വേദനയും ദുഃഖവും ഉണ്ടായി. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അങ്ങനെ തമ്പുരാൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് ഞങ്ങൾ വീണ്ടും കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്ത് വീട്ടിലെ ടെലിഫോൺ ബെല്ലടിക്കുകയാണ്. ഫോൺ എടുത്തപ്പോൾ ഇപ്രകാരമാണ് ഒരു സിസ്റ്റർ, അടുത്തുള്ള മഠത്തിലെ സിസ്റ്റർ പറയുന്നത്: ജോസഫേ, ഇവിടെ നേഴ്സിങ്ങിന് പഠിക്കുന്ന 2 കുട്ടികളുണ്ട്. ആ കുട്ടികൾക്ക് ഫീസ് കൊടുക്കാൻ യാതൊരു നിർവാഹവുമില്ല. അപ്പോൾ അതുകൊണ്ട് 2-3 അവധി പറഞ്ഞു. എന്നിട്ടും അവർ കൊടുക്കാതെ ആയപ്പോൾ അവരെ പറഞ്ഞു വിടുവാൻ പോവുകയാണ്. എന്തെങ്കിലും ചെയ്യുവാനായിട്ട് സാധിക്കുമോ? ഉടനെ തന്നെ ഞാൻ സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്റർ, അവരെ പറഞ്ഞ് വിടരുത്. കർത്താവ് തന്ന സന്ദേശമാണ്, അവരവിടെ നിൽക്കട്ടെ. വീണ്ടും ഞാൻ ഭാര്യയായിട്ട് ആലോചിച്ചിട്ട് ആ കുട്ടികൾ കാലാവധി തീരുന്നതുവരെ പഠിക്കുവാനുള്ള ഫീസ് എല്ലാം കൊടുക്കുവാനായിട്ട് ഞാനും ഭാര്യയും തീരുമാനിച്ചു. ഞങ്ങൾ എന്നിട്ട് അവിടെ ചെന്ന് മഠത്തിൽ ചെന്ന് വേണ്ടതെല്ലാം നൽകിക്കൊണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. സ്നേഹമുള്ളവർ, തിരിച്ചു വന്ന് വീട്ടിലിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ടെലിഫോണിൻ്റെ ബെല്ലടിച്ചു കഴിഞ്ഞപ്പോൾ എടുത്തപ്പോൾ മകൻ പറയണം, അമ്മേ, ഒരു സന്തോഷ വാർത്തയുണ്ട്. അതെ, ആ പരീക്ഷ, അവസാനമായി നടത്തിയ പരീക്ഷ യൂണിവേഴ്സിറ്റി ക്യാൻസൽ ചെയ്തിരിക്കുന്നു. വീണ്ടും ആ പരീക്ഷ അവർ നടത്താൻ പോകുന്നു. സ്നേഹമുള്ളവരെ, അതെ, നാം നമ്മുടെ മക്കളെ വലിയ പൈസ കൊടുത്തും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മളെ പഠിപ്പിക്കുമ്പോൾ പാവപ്പെട്ട മക്കളെ നാം കാണുന്നില്ല. ദൈവം ആ ഒരു തിരിച്ചറിവാണ് എനിക്ക് നൽകിയത്. അതുപോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് മക്കളുണ്ട്. ആ മക്കളെ സഹായിക്കാനായിട്ട് നിനക്ക് കടമയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. എന്നാൽ നീ ആ കടമയിൽ നിന്നും ഉത്തരവാദിത്വത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് നിൻ്റെ സ്വാർത്ഥത, നിൻ്റെ സ്വന്തം കാര്യമാണ് നീ നോക്കുന്നത് എന്ന് കർത്താവ് എന്നെ പഠിപ്പിക്കുകയായിരുന്നു. അപ്പോഴാണ് തിരിച്ചറിവ് വന്ന് ഞാൻ നേരായ മാർഗത്തിലേക്ക് പ്രവേശിച്ചത്. പ്രിയമുള്ളവരെ, നാം മറ്റുള്ളവർക്ക് ചെയ്യുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കൃപകൾ നൽകും, അനുഗ്രഹം നൽകും. ഈ സമ്പത്ത്
മാത്രമല്ല, നാം കൊടുക്കുക സമ്പത്തായിട്ട് മാത്രമല്ല, ദൈവത്തെ കൊടുക്കുവാനും നമുക്ക് സാധിക്കണം. കൊടുക്കുക എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിനകത്ത് വരുന്നത് സമ്പത്താണ്. സമ്പത്ത് മാത്രമല്ല, നമ്മുടെ സമയം, നമ്മുടെ കഴിവുകൾ, അതെ, നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ദൈവത്തെ അവർക്ക് നൽകുവാൻ, അതിനാണ് നാം കൂടുതൽ യത്നിക്കേണ്ടത്. അങ്ങനെ ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് വന്നു. ഞാൻ തമിഴ്നാട്ടിൽ ജോലി ചെയ്യുമ്പോൾ തഞ്ചാവൂരിൽ നിന്ന് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോരുമ്പോൾ രാത്രിയാണ്, അർദ്ധരാത്രിയാണ്, ബസ്സിലാണ് വരുന്നത്. തഞ്ചാവൂർ അടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു പെൺകുട്ടിയും അമ്മയും ഒക്കെയായിട്ട് ബസ്സിൻ്റെ മുമ്പിലേക്ക് വന്നു നിന്നു. വളരെ കരഞ്ഞുകൊണ്ടാണ് ഓടി വരുന്നത്. ഡ്രൈവർ നിർത്തി അവരെ ബസ്സിനകത്ത് കയറ്റി. അവരെ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അപ്പോൾ അന്വേഷിച്ചപ്പോൾ അവരിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമായി. അവർ മലയാളിയായിരുന്നു. ആ സ്ത്രീയെ ചോദിച്ചപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചത്, ഭർത്താവ് മദ്യപിച്ച് അവരെ ദിവസവും മർദ്ദിക്കാറുണ്ട്. ഇന്ന് കുട്ടിയെയും എല്ലാം മർദ്ദിച്ചപ്പോൾ സഹിക്കാൻ വയ്യാതായി അവർ വീട് വിട്ട് പെട്ടെന്ന് ഇറങ്ങി ഓടിയിരിക്കുകയാണ്. അങ്ങനെയാണ് ബസ്സിൻ്റെ മുമ്പിൽ വന്നു പെട്ടത്. സ്നേഹമുള്ളവരെ, അവർ പോകുന്ന യാത്രയാണ്, അവർ എങ്ങോട്ടൊന്നില്ലാതെ യാത്രയാണ്. പക്ഷേ ആ ബസ് തൃശ്ശിനാപ്പള്ളിയിൽ, ട്രിച്ചിയിൽ വന്ന് നിൽക്കും. ഞാനും ട്രിച്ചിയിലേക്കാണ് പോകുന്നത്. ഞാൻ ട്രിച്ചി വരെ ഒന്നും മിണ്ടിയില്ല, എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവർക്ക് ടിക്കറ്റ് എടുക്കാനുള്ള പൈസയെല്ലാം കൊടുത്തു. അങ്ങനെ അവർ ട്രിച്ചിയിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവർ എന്നോട് പറഞ്ഞു, സഹോദരൻ പൊയ്ക്കോളൂ, ഇത്രയും ഉപകാരം ചെയ്തതിന് നന്ദി എന്ന് പറഞ്ഞു. പക്ഷേ എങ്കിലും എനിക്ക് അവരെ വിട്ടുപോരുവാൻ എൻ്റെ മനസ്സ് സമ്മതിച്ചില്ല. രാത്രി 1 മണിയായി കാണും. ഞാൻ ആ സമയത്ത് ഈ സ്ത്രീയോട് ഞാൻ ചോദിച്ചു, ഇനി എന്താണ് നിങ്ങളുടെ അടുത്ത പദ്ധതി? എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? വീട് എവിടെയാണ് നിങ്ങളുടെ? അവർ പറഞ്ഞു, എൻ്റെ വീട് നാട്ടിലാണ്, മുരിങ്ങൂർ അടുത്താണ് വീട് എന്ന് പറഞ്ഞു. അവർ ഹിന്ദുവാണ്, സീമ എന്ന് പറഞ്ഞ ഒരു സഹോദരിയാണ്. ആ സഹോദരി പറഞ്ഞു, എനിക്ക് വീട്ടിലേക്ക് ചെന്നാൽ എൻ്റെ മാതാപിതാക്കൾ എന്നെ സ്വീകരിക്കില്ല, സഹോദരൻ എന്നെ സ്വീകരിക്കില്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഞങ്ങൾ വേറെ ഒരു പദ്ധതി പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് സഹോദരൻ പൊയ്ക്കോളൂ, സഹോദരൻ ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സ് തീർച്ചയായിട്ടും മന്ത്രിച്ചു. കാരണം അതെ, ആത്മഹത്യയ്ക്ക് വേണ്ടി അവർ ഒരുങ്ങുകയാണ്. അത് ശരിയായിരുന്നെന്ന് പിന്നീട് അവരുടെ സംസാരത്തിൽ നിന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. അത് റെയിൽവേ ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി മരിക്കുവാനാണ് ആ അമ്മയും മക്കളും തീരുമാനിച്ചിരുന്നത്. പക്ഷേ ആ അർദ്ധരാത്രിയിൽ 1 മണിക്ക് ഞാൻ അവരെ വിടാതെ അവർ പിന്നാലെ നടന്നു. അവരോട് പറഞ്ഞു, അല്പം ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞ് അവരെ നിർബന്ധിച്ച് അവരൊരു ഹോട്ടലിൽ കൊണ്ടുവച്ചെന്ന് ഭക്ഷണം കൊടുത്തപ്പോൾ, സ്നേഹമുള്ളവരെ, അവരുടെ വസ്ത്രങ്ങളെല്ലാം കീറിപ്പറഞ്ഞിരുന്നു. എല്ലാവരും എന്നെ നോക്കിയായിരുന്നു. പക്ഷേ ഞാൻ യേശുവിനെയാണ് അവരിലൂടെ കണ്ടത്. അതിനുശേഷം ഈ സഹോദരിയുമായിട്ട് ഞാൻ സംസാരിച്ചു. സഹോദരി പറഞ്ഞു, സഹോദരൻ ഒന്ന് സംസാരിക്കണം, സഹോദരൻ പൊയ്ക്കോളൂ, ഇത്ര വലിയ ഉപകാരമാണ് ചെയ്ത് മതി എന്ന് പറഞ്ഞു. പക്ഷേ എങ്കിലും ഞാൻ യേശുവിനെ നൽകി, യേശുവിൻ്റെ വചനം അവർക്ക് നൽകി. ഞാൻ പറഞ്ഞു, യേശു അനാഥർക്ക് നാഥനാണ്. യേശു ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. നിങ്ങളുടെ കണ്ണുനീരിന് പ്രതിഫലം തരുന്നവനാണ് യേശു. ആ രക്ഷകനായ യേശുവിനെ നിങ്ങൾ വിട്ടുകളയരുത്. അത് പറയുവാനായിട്ടാണ് എന്നെ നിങ്ങളുടെ മുമ്പിൽ ദൈവം നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നല്ല ഭാവി തമ്പുരാൻ നൽകും. ഈ കുഞ്ഞിൻ്റെ ജീവൻ നശിപ്പിക്കരുത്, അവസാനിപ്പിക്കരുത് എന്ന് അവരോട് ഞാൻ യാചിച്ചു. അവസാനം അവർ പറഞ്ഞു, സഹോദരൻ, ഞങ്ങൾ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ കയറ്റിയില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ, നാട്ടിൽ എൻ്റെ വീട്ടിലേക്ക് വന്നോളൂ, എന്നിട്ട് അവിടെ ചെന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്താ വേണ്ടതെന്ന്. അങ്ങനെ തീരുമാനിച്ചുറച്ച് അതെ അവർ വന്നു. അവരെ വീട്ടിലേക്ക് ചെന്നു. മുരിങ്ങൂര് അവിടെ ചെന്നപ്പോൾ അതെ അപ്പോൾ പോകുന്ന വഴിയിലെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരുന്നത്. ദൈവമേ, മാനസാന്തരം ഉണ്ടാക്കണേ അവരെ മാതാപിതാക്കൾക്ക്. അവിടെ ചെന്നപ്പോൾ മകളെയും കുട്ടിയെയും കണ്ടപ്പോൾ മാതാപിതാക്കൾ വലിയ സ്നേഹത്തിൽ
അതെ, ഓടിച്ചെന്ന് മകളെ കെട്ടിപ്പിടിക്കുകയാണ്. അവർ തേങ്ങിക്കരയുകയാണ്. ആ കുഞ്ഞിനെ കെട്ടിപ്പിടിക്കുകയാണ്. പിന്നീട് സ്നേഹമുള്ളവരെ, അവർ ആ കുഞ്ഞിനെയും ആ അമ്മയെയും ഏറ്റെടുക്കുകയാണ്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ഭർത്താവ് എന്ന് പറഞ്ഞ വ്യക്തി അവിടേക്ക് കടന്നു ചെന്നു. അപ്പോൾ അവർ പറഞ്ഞു, അതെ, ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞു വിടാൻ തയ്യാറല്ല, നിങ്ങളൊരു ധ്യാനത്തിന് പോകണം എന്ന് പറഞ്ഞ് മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ധ്യാനം കൂടി. ആ ധ്യാനം കൂടി അതിന് ശേഷം ആ വ്യക്തിയിൽ വളരെ മാനസാന്തരമുണ്ടായി. തിരിച്ച് വീണ്ടും തഞ്ചാവൂരിൽ പോയി ആ ജീവിതം സുഖമായി. സ്നേഹമുള്ളവരെ, നമ്മൾ യേശുവിനെ കൊടുക്കുമ്പോൾ, യേശുവിനെ നൽകുമ്പോൾ, യേശുവിൻ്റെ വചനം നൽകുമ്പോൾ ഒരു കുടുംബം രക്ഷപ്പെടുന്ന ഒരവസ്ഥയാണ്. നമ്മൾ എപ്പോഴും സമ്പത്ത് മാത്രമല്ല, യേശുവിനെ കൊടുക്കുന്നതിൽ, യേശുവിൻ്റെ വചനം കൊടുക്കുന്നതിൽ നമ്മൾ എത്ര കണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നാം ആത്മാർത്ഥമായിട്ട് നാം ചിന്തിച്ച് നോക്കേണ്ടത് ആവശ്യമാണ്. സ്നേഹമുള്ളവരെ, പലപ്പോഴും നാം ഒക്കെ പറയാറുള്ള ഒരു കാര്യമാണ്, ഞാൻ എന്താണ് കൊടുക്കേണ്ടത്, എനിക്ക് കൊടുക്കുവാനായിട്ട് എന്താണുള്ളത്, എനിക്ക് ഇത്രയെല്ലാം കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്, എന്നിട്ട് ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് ഞാൻ എന്താണ് തമ്പുരാന് കൊടുക്കുന്നത്, ഞാൻ മറ്റുള്ളവർക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇത് പലരും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്. സ്നേഹമുള്ളവരെ, സറേഫാത്തിലെ ഒരു വിധവ നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ 8 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങളിൽ അത് നമുക്ക് വ്യക്തമാക്കുന്നുണ്ട്. സറേഫാത്തിലെ വിധവ വരൾച്ച കൊണ്ട് ആത്മഹത്യ ചെയ്യാനായിട്ട് ഒരുങ്ങിയിരിക്കുക. അവൾ അവസാനമായിട്ട് അവളുടെ ആ ഭരണിയിൽ ഒരല്പം എണ്ണയുണ്ട്, കുറച്ച് വീട്ടിൽ ഒരല്പം 2 അപ്പം ചുടാനുള്ള മാവുമുണ്ട്. അതുകൊണ്ട് കുറച്ച് ചുള്ളിവിറക് പെറുക്കി അത് അപ്പം ചുട്ട് അത് കഴിച്ച് മകനുണ്ട്, മകനും അവൾക്കൊണ്ട് മരിക്കാനായിട്ട് അവൾ അവസാനത്തെ ഒരു വരവാണ്. ആ സമയത്താണ് ഏലിയ പ്രവാചകൻ സറേഫാത്തിലേക്ക് ചെല്ലുന്നത്, ഈ വിധവയെ കാണുന്നത്. എന്നിട്ട് ഈ വിധവയോട് പറഞ്ഞു, ഒരു പാത്രം പച്ചവെള്ളം എനിക്ക് കൊണ്ടുവരിക. വെള്ളം എടുക്കുവാനായിട്ട് വിധവ തിരിഞ്ഞപ്പോൾ പറഞ്ഞു, അതെ, ഒരു അപ്പമുണ്ടാക്കി എനിക്ക് തരിക, എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വിധവ നിസ്സഹായ അവസ്ഥ വെളിപ്പെടുത്തി, ഇതാണ് എൻ്റെ അവസ്ഥ, മരിക്കാൻ വേണ്ടി തയ്യാറായിട്ട് ഇരിക്കുകയാണ്, അവസാന സമയമാണ് ഞങ്ങളുടെ, അപ്പോൾ നീ ഒരപ്പം നീ ചോദിക്കുന്നുവല്ലോ. അപ്പോൾ പ്രവാചകൻ വീണ്ടും പറഞ്ഞു, അതെ, അതിന് ചെറിയൊരപ്പമുണ്ടാക്കി എനിക്ക് തരിക. അങ്ങനെ നിങ്ങൾ തരുമ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ആ വിധവ അതുപോലെ തന്നെ അപ്പമുണ്ടാക്കി, ചെറിയൊരപ്പമുണ്ടാക്കി ഏലിയ പ്രവാചകന് നൽകുന്നു. പിന്നീട് നാം വായിക്കുന്നത് ഇപ്രകാരമാണ്, അതെ, കലത്തിലെ മാവ് വരൾച്ച തീരുന്നത് വരെ തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ വറ്റിയതുമില്ല. സ്നേഹമുള്ളവരെ, അതെ, ഒന്നുമില്ലായ്മയിൽ നിന്ന് അവരുടെ അവസ്ഥ, ആ അവസ്ഥയിൽ നിന്നും അവർ ദാനം ചെയ്യാനായിട്ടുള്ള ആ സന്മനസ് കാണിച്ചപ്പോൾ ദൈവം അതെ എത്ര വലിയ അത്ഭുതമാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നമുക്കുള്ളതിൽ നിന്ന് കുറച്ചുള്ളുവെങ്കിൽ, തോബിത്തിൻ്റെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിനക്ക് കുറച്ചുള്ളുവെങ്കിൽ ആ ഉള്ളതിൻ്റെ ആ അംശം നീ മറ്റുള്ളവർക്ക് ദാനമായി കൊടുക്കുക. നിനക്ക് കൂടുതലുണ്ടെങ്കിൽ അതിൻ്റെ അനുസരിച്ച് നീ കൊടുക്കുക. ദാനധർമ്മം നിന്നെ മൃത്യുവിൽ നിന്ന് രക്ഷിക്കും, അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളിൽ നിന്ന് നിന്നെ രക്ഷിക്കും. പാവപ്പെട്ടവനിൽ നിന്ന് നീ മുഖം തിരിക്കാതെ ഇരുന്നാൽ ദൈവം നിന്നിൽ നിന്ന് മുഖം തിരിക്കുകയില്ല എന്ന് തോബിയാസിനോട് അവസാനമായി ഉപദേശിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ദാനധർമ്മം ദൈവത്തിൻ്റെ മുമ്പിൽ വിശിഷ്ടമായ ഒരു കാഴ്ചയാണ്. സ്നേഹമുള്ളവരെ, നാം മനസ്സിലാക്കുക,
മറ്റുള്ളവർക്ക് അതുകൊണ്ട് കൊടുക്കുന്നത് നഷ്ടമല്ല. കൊടുക്കുന്നത് വിത്ത് വിതയ്ക്കുന്നത് പോലെയാണ്. കാരണം അത് വിളവുണ്ടാക്കും. നാം വിതയ്ക്കുന്ന വിത്തല്ലല്ലോ നമുക്ക് കിട്ടുന്നത്, വിളവ് കിട്ടുന്നത്. അതുപോലെ നാം നിക്ഷേപം, സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കുക. അത് നാം കൈ അയച്ച് അതേ ഉദാര മനസ്കരായി കൊടുക്കുമ്പോൾ ദൈവം നമുക്ക് പ്രതിഫലം തരും. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 3:30 പറയുന്നുണ്ട്, പ്രകാരമാണ് പറയുന്നത്, അതെ, ജലം അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. അപ്പോൾ പാപത്തിനൊരു പരിഹാരം കൂടിയാണ് നമ്മുടെ ദാനധർമ്മം. പിന്നീടും പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അതെ, ദാനധർമ്മം ദൈവത്തിൻ്റെ മുമ്പിൽ മോതിരം പോലെയും നമ്മുടെ കാരുണ്യം ദൈവത്തിൻ്റെ മുമ്പിൽ കൃഷ്ണമണി പോലെയും അവിടുന്ന് സൂക്ഷിക്കുന്നുണ്ട്. അതേ സ്നേഹമുള്ളവരെ, അതെ, നമ്മെ ആപത്തുകളിൽ നിന്ന് രക്ഷിക്കുന്നു, ശത്രുവിൽ നിന്ന് നമുക്ക് ജയം നേടിത്തരുന്നു. അതേ ദാനധർമ്മം. അതിനാൽ സ്നേഹമുള്ളവരെ, നാം എപ്പോഴും മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൽ നാം അമാന്തം കാണിക്കരുത്. നമ്മുടെ കൈകൾ നീളട്ടെ, നമ്മുടെ ഹൃദയം തുറക്കപ്പെടട്ടെ. മറ്റുള്ളവർക്ക് നാം കൊടുക്കുന്നതനുസരിച്ച് ദൈവം നമുക്കും കൃപകൾ നൽകും, അനുഗ്രഹം നൽകും. അതോടൊപ്പം തന്നെ ദൈവരാജ്യത്തിന് നമുക്ക് അവകാശിയായി മാറും. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ കഴിഞ്ഞ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന കാര്യത്തിൽ ഞാൻ മടി കാണിച്ചിട്ടുണ്ട്. കൊടുക്കുമ്പോൾ അതെല്ലാം നഷ്ടമാകുമല്ലോ എന്നാണ് എൻ്റെ ചിന്തയായിരുന്നത്. എന്നാൽ ഈശോയെ, പാവപ്പെട്ടവനെ കണ്ടുകൊണ്ട്, അവനിൽ യേശുവിനെ കണ്ടുകൊണ്ട് അവരുടെ നിസ്സഹായ അവസ്ഥയിൽ അവരെ സഹായിക്കുവാൻ ഈശോയെ കൃപ നൽകണമേ. ഈശോയെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.